സനോജ് ചേരുകയാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന്. ഈ മരിച്ച ബിന്ദുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നാളെയാണ് സംസ്കാരം. സനോജ്, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഷമി, പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മൃതദേഹം ബന്ധുമിത്രാദികൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. മുട്ടുചിറയിലെ ഒരു സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കും ഇന്ന് രാത്രിയിൽ. പിന്നീട് നാളെ രാവിലെ വീട്ടിലേക്ക് എത്തിക്കും. ഉച്ചയ്ക്ക് 11 മണിയോടുകൂടി ആണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിദാരുണമായ ഒരു സംഭവ വികാസമാണ് ഈ മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായത്. ദൗർഭാഗ്യകരമായ ഒരു സംഭവം. രാവിലെ 10:30 ഇത്തരം ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നത്. ഇതറിഞ്ഞ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിച്ചു. മന്ത്രിമാരായിട്ടുള്ള VN വാസവനും വീണ ജോർജും മറ്റ് പോലീസ് മേധാവികൾ, ഫയർഫോഴ്സ് മേധാവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവ സ്ഥലത്തെത്തി. ആദ്യഘട്ടത്തിൽ 2 പേർക്ക് നിസ്സാര പരിക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വന്നിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ 4 ഭാഗവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു നടുമുറ്റം പോലെയുള്ള ഒരു പ്രദേശത്താണ് ഈ ശൗചാലയത്തിന്റെ ഒരു ഭാഗം തകർന്നു താഴേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ മനുഷ്യസാധ്യമായിരുന്നില്ല രക്ഷാപ്രവർത്തനം. കാരണം വലിയ കോൺക്രീറ്റ് പാളികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് മണ്ണുമാന്തി യന്ത്രം എത്തിക്കാതെ മറ്റു മാർഗമില്ലാതെ വന്നതോടുകൂടി മെഡിക്കൽ കോളേജിന്റെ ചില ഭാഗങ്ങൾ പൊളിച്ചു മാറ്റി. അതായത് മണ്ണുമാന്തി യന്ത്രം കടന്നു വരുന്ന ഭാഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ, മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തെ തടസ്സങ്ങൾ പൊളിച്ചു മാറ്റിയതിനു ശേഷമാണ് മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് വിശദമായ പരിശോധന നടത്തി. ആ പരിശോധനയ്ക്കിടയിലാണ് ഒരാൾ കുടുങ്ങി കിടക്കുന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അവരുടെ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തിക്കുമ്പോഴേക്കും അവരുടെ മരണം സംഭവിച്ചിരുന്നു. പിന്നീട് ഭർത്താവാണ് മരണപ്പെട്ടത്. തന്റെ ഭാര്യയാണ് തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണ് തലയോലപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ബിന്ദു അവരുടെ മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ എത്തിയതാണ്. കുളിക്കാൻ വേണ്ടി ശുചിമുറിയിൽ പോകുമ്പോഴായിരുന്നു ഇത്തരം ഒരു അപകടം ഉണ്ടായത് എന്നതാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു മന്ത്രിമാരായിട്ടുള്ള വീണ ജോർജും VM വാസവനും വൈകുന്നേരം 5:30 ഇവിടെ നിന്ന് മടങ്ങിയത്. വിഷയത്തെ ഗൗരവമായി തന്നെ നോക്കിക്കാണുകയാണ് സർക്കാർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ടിനോടും പ്രിൻസിപ്പലിനോടും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി. അവിടെ വന്ന് സൂപ്രണ്ട്, ഒപ്പം തന്നെ പ്രിൻസിപ്പൽ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നും വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. 10 മിനിറ്റിലേറെ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി ഇവിടെ നിന്നും മടങ്ങിയത്. ജില്ലാ കളക്ടറെയാണ് അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ നാളെ തന്നെ സംഭവ സ്ഥലത്തെത്തി മൊഴിയെടുക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും റിപ്പോർട്ട് സർക്കാരിന് എത്രയും വേഗം സമർപ്പിക്കുമെന്നുമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്, സമാനതകളില്ലാത്ത ഒരു വികസന പ്രവർത്തനങ്ങളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 നിലയുള്ള ഏകദേശം 526 കോടി രൂപയുടെ വികസന പ്രവർത്തനം, 10 നിലയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, ഒപ്പം തന്നെ ഇപ്പൊ പൂർത്തീകരിച്ചിരിക്കുന്ന സർജിക്കൽ ബ്ലോക്ക്. ഈ സർജിക്കൽ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടക്കുന്നതിന് മുന്നോടിയായി തന്നെ ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ നിന്നും രോഗികളെ അങ്ങോട്ടേക്ക് മാറ്റണമെന്ന നിർദ്ദേശം കഴിഞ്ഞ മാസം 30 നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടി മന്ത്രി വീണ ജോർജും VM വാസവനും ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രിയിൽ എത്തിയിരുന്നു. അന്ന് ചേർന്ന മീറ്റിംഗിൽ അടിയന്തരമായി തന്നെ ഈ ആശുപത്രികളെ രോഗികളെ അങ്ങോട്ടേക്ക് മാറ്റണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ആ രോഗികളെ മാറ്റിയിരുന്നോ, അല്ലെങ്കിൽ ആ കാര്യത്തിൽ സർക്കാർ നിർദ്ദേശം നടപ്പാക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, അതിനെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു അന്വേഷണം ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അങ്ങനെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയും ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയപ്പെടുന്നത്, 2013 ഈ കെട്ടിടം കാലപ്പഴക്കം ഉണ്ടായിരുന്നു. അതായത് 1965, 68 കാലഘട്ടത്തിലാണ് ഇപ്പോൾ അപകടം സംഭവിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. 68 കമ്മീഷൻ ചെയ്ത കെട്ടിടം കാലപ്പഴക്കമുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിന്റെ ആരംഭകാലം മുതലുള്ള ഒരു കെട്ടിടമാണിത്. അതുകൊണ്ട് തന്നെ 2013 ഈ കെട്ടിടം അപകടാവസ്ഥയിലാണ് എന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ 2013 മുതൽ 2016 വരെ അധികാരത്തിലുണ്ടായിരുന്ന UDF സർക്കാർ ഈ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് വന്ന പിണറായി സർക്കാരാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത്രയും കോടി രൂപ മുടക്കി നിർമ്മാണ പ്രവർത്തനം നടത്തുകയും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി എത്രയും വേഗത്തിൽ അതിന്റെ പ്രവർത്തികൾ അതിന്റെ ആരംഭം അങ്ങോട്ടേക്ക് തുടങ്ങാനിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അതിദാരുണമായ സംഭവ വികാസം ഉണ്ടായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഷമ്മി.